മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയ്ക്ക് തിരിച്ചടി. ഇഡി കസ്റ്റഡി കാലാവധി 3 ദിവസത്തേക്ക് നീട്ടി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കവിതയുടെ കസ്റ്റഡി കാലാവധി 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടി. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് ഏറ്റവും നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ അഴിമതി കേസിൽ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചിട്ടുള്ള കെ കവിതയെ ഈ കേസിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളുമായി ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് ഇതിനോടകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈവന്നിട്ടുള്ളത്. ഈ കേസിൽ ഇന്ന് കവിതയുടെയും കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കുകയായിരുന്നു. കവിതയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുനിൽക്കണമെന്ന അപേക്ഷ അന്വേഷണ ഏജൻസി കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയും അടുത്ത 3 ദിവസത്തേക്ക് കൂടി കെ കവിതയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെയും കവിതയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.